ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഉണ്ണേട്ട, താഴെയാണെങ്കിൽ അവരെല്ലാവരും തന്നെ ആ കുഞ്ഞിനെ എടുത്ത് താലോലിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനോട് യാതൊരു സ്നേഹം ഇവിടെ ആർക്കും തന്നെ ഇല്ല. ഇതിനിപ്പോൾ പുറത്തോട്ട് വന്നാലും ഇവിടെ ഒന്നും ആരും സ്നേഹിക്കാനും ആ കുഞ്ഞിനെ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിലും അമ്മയ്ക്ക് എങ്ങനെയാണ് മാറാൻ കഴിയുന്നത്? ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്ന് അവരെയൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നില്ലേ അമ്മ. ഇപ്പം കണ്ടില്ലേ, ഏത് സമയവും മഹിയുടെ കൂടെയാണ്. മഹിയുടെ കുഞ്ഞിനെയും മഹിയെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും അത്ര പിടിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ തെറ്റിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ കരുണയാണെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഉണ്ണി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. നിനക്ക് വേണ്ടെങ്കിൽ ഇതാ ആ കുഞ്ഞിനെ നീങ്ങ് കളഞ്ഞേക്ക്. ആരുടെ കുഞ്ഞിനെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിനെ. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു ജോലിയും എനിക്കില്ല, ഈ ജോലിയൊക്കെ പോകുന്ന മട്ടിലാണ്. എന്തായാലും നിന്നെ തന്നെ നോക്കാൻ എന്നെക്കൊണ്ട് കയ്യിൽ 5 പൈസ എടുക്കാനില്ല. എന്തായാലും വേറൊരു ജോലി കിട്ടുന്നത് വരെ ഇങ്ങനെ തന്നെ പോകാനാണെങ്കിലും നിന്നെ നല്ലപോലെ നോക്കണമെങ്കിലൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പം അതിനനുസരിച്ചുള്ള പൈസയും തുകയും ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് ഉണ്ണിയാണെങ്കിലും. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? നിങ്ങൾ നമ്മുടെ കുഞ്ഞിനെ കളയാൻ പോലും എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാനാണെന്ന് തോന്നുന്നത്. എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞേ മതിയാവുള്ളൂ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കരുണേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കരുണയാണെ മനസ്സിലാക്കുന്നുണ്ട്, ഉണ്ണിക്കാണെങ്കിൽ ഇപ്പോൾ തൻ്റെ കുഞ്ഞിനോട് പോലും യാതൊരു സ്നേഹവും ഇല്ല. ഈ കുഞ്ഞിനെ കളയാൻ പോലും ഉണ്ണിക്ക് യാതൊരു കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ പോയ കാര്യങ്ങൾ വലിയൊരു കുഴപ്പത്തിൽ തന്നെ ചാടുമെന്നൊക്കെ ഉണ്ണിയെപ്പറ്റി കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കരുണയാണെങ്കിൽ താഴോട്ടേക്ക് പോകുന്നുണ്ട്. താഴെയാണെങ്കിൽ മഞ്ജു കുഞ്ഞിനെ താലോലിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. മഞ്ജുവും മഹിയും കണ്ണനും ഒക്കെ ആണെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് കരുണ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞത്, ഞാനെന്തായാലും ആ കുഞ്ഞിനെ ഒന്ന് എടുക്കട്ടെ, അവൾ എൻ്റെയും കൂടെ മോളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ മോളോ? നിൻ്റെ മോളാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യോടി എന്നൊക്കെ മഞ്ജു തിരിച്ചും ചോദിക്കുന്നുണ്ട്. എന്തായാലും കണ്ണേട്ട, ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്ന് നമ്മുടെ കരുണ വീണ്ടും ഭയങ്കര താഴ്മയായി അപേക്ഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, തരില്ലെന്ന് ഞാൻ പറഞ്ഞ അതിനപ്പുറം മറ്റൊരു വാക്ക് എൻ്റെ ഏട്ടനില്ല. എൻ്റെ ഏട്ടൻ എന്തായാലും ഏട്ടൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി മറ്റൊരാളെ കയ്യിൽ കൊടുക്കില്ലെന്നൊക്കെ കരുണയോട് ഇങ്ങനെ മുഖത്ത് നോക്കി മഞ്ജു പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണും പറയുന്നുണ്ട്, നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവളാണ്. എന്നിട്ടും നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ മഹിയുടെ അനിയത്തി എന്നുള്ള ഒറ്റ പരിഗണന കൊണ്ടും മാത്രം. അതുകൊണ്ട് നീ എൻ്റെ കുഞ്ഞിനെ എടുക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. നിനക്കെന്തായാലും കുഞ്ഞിനെ തരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട അധികം അവളോട് സംസാരിക്കണ്ട, അവളുടെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ, അവളെ വേദനിപ്പിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, ഇവളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇവൾ എന്തെങ്കിലും ചെയ്താലോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഏട്ടത്തി? ഏട്ടത്തി എന്താ ഒന്നും മനസ്സിലാക്കാത്ത പോലെ സംസാരിക്കുന്നതെന്നൊക്കെ മഞ്ജു ചോദിക്കുന്നുണ്ട്. എന്തായാലും അവളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കണ്ടെന്ന് ഉറപ്പിച്ച് തന്നെ കണ്ണൻ പറയുന്നുണ്ട്. അതേപടി മഞ്ജു അനുസരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ദുർഗയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, അടുത്ത ആൾ വന്നല്ലോ, ഇനിയിപ്പോൾ ഇയാൾക്ക് വേണോ കുഞ്ഞിനെ എടുക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്താ മഞ്ജു ഇങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കുന്നത്? ഞാൻ നിൻ്റെ പെറ്റമ്മയാണ്, അത് നീ മറന്നു പോകരുതെന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ ഇരിക്കാനോ സംസാരിക്കാനോ ഒരു താല്പര്യമില്ല നിന്നോട് എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനോട് ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഞ്ജു ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ കരുണയ്ക്കും ദുർഗയ്ക്കും ഭയങ്കരമായിട്ട് ഇത് ആവുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കരുണ പറയുന്നുണ്ട് മനസ്സിൽ, എന്തായാലും നീ എടുത്തോടി കുഞ്ഞിനെ, ഇപ്പോൾ ഒരു ദിവസം ആ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് നീയൊക്കെ കരയുന്ന ദിവസം വരുമെന്നും അതൊക്കെ കാത്തിരിക്കുകയാണ് ഞാനെന്നും നമ്മുടെ കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ തൻ്റെ മകൾ തന്നെ മനസ്സിലാക്കാത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും വിഷമം നല്ലപോലെ തന്നെയുണ്ട്. തെറ്റ് ചെയ്യാത്തതായിട്ട് ഈ ലോകത്ത് ആരും ഇല്ലെന്നുള്ള കാര്യം ദുർഗയാണെങ്കിൽ മനസ്സിങ്ങനെ ആലോചിക്കുന്നുണ്ട്. തെറ്റ് തിരുത്തുന്നുണ്ടല്ലോ ഞാൻ എന്നിട്ടും എന്തിനാണ് അവളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ അവളുടെ പെറ്റമ്മയല്ലേ, അവളെ നോക്കി വളർത്തിയല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഒരുപാട് കരയുന്നുണ്ട് ദുർഗയാണെങ്കിൽ. അതിനുശേഷം തോമസ് സാറിൻ്റെ വൈദ്യശാലയിൽ എത്തിയിട്ട് നമ്മുടെ തോമസ് സാറിനെ കാണാൻ വേണ്ടിയിട്ട് മാർക്കോ എത്തുന്നുണ്ട്. എന്താടാ മാർക്കോ, ഒരുപാട് നാളായല്ലോ നിന്നെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ടെന്നൊക്കെ തോമസ് സാറാണെങ്കിൽ മാർക്കോയോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ സാറേ, എന്താ കാണാതെന്ന് വെച്ചാൽ ഒരുപാട് തിരക്കായിപ്പോയി, സാറിന് അറിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ മാർക്കോ ആണെങ്കിൽ. അപ്പോഴേക്കും തോമസ് സാറ് പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. ഇപ്പോൾ സാഗറാണെങ്കിൽ കണ്ണൻ്റെ മറ്റൊരു ജോലി സ്ഥലത്തോട്ട് പോവാണ്. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ ഒരാളെ വേണമായിരുന്നു. നിനക്ക് ഫ്രീ ആണെങ്കിൽ നിനക്ക് ആരെങ്കിലും ഏൽപ്പിക്കാൻ ആവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സാർ എന്തായി പറയുന്നത്? എന്തായാലും ആ ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം, സാർ അത് വലിച്ച് പേടിക്കണ്ട. എന്തായാലും ഞാനിവിടെ കാണാൻ വന്നത് നമ്മുടെ
ഉണ്ണിയെയും പിന്നെ ആ മേഘനാഥനെയൊക്കെ തന്നെയാണ് കാണാൻ വന്നിരിക്കുന്നത്. അവരെവിടെ സാറേ, അവർ പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ നേരത്തെ തന്നെ പോയല്ലോ. പിന്നെ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ആ മേഘനാഥൻ എന്തായാലും എഴുന്നേക്കും. പിന്നെ അവനെയാണ് സൂക്ഷിക്കേണ്ടത്. ഇവിടെ വന്ന സമയത്ത് എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട്. എന്തായാലും നീ ഒന്ന് പുറകെ തന്നെ വേണം അവരുടെ എന്നൊക്കെ പറയുന്നുണ്ട് മാർക്കോയോട് തോമസ് സാറാണെങ്കിലും. അതിനുശേഷം മാർക്കോ പറയുന്നുണ്ട്, ഞാനെന്തായാലും അവൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് കണ്ടേച്ച് വരാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും ഒരു ഓർമ്മപ്പെടുത്തൽ അതിച്ചിരി നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് തോമസ് സാറിൻ്റെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞ് നമ്മുടെ മാർക്കോ ആണെങ്കിൽ നമ്മുടെ മേഘനാഥൻ്റെ വീട്ടിൽ എത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്തി നമ്മുടെ സീമന്ത്രിയാണ് വാതിൽ തുറക്കുന്നത് തന്നെ. സീമന്ത്രിയാണെങ്കിൽ ആരെയും കാണാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാതിലടക്കാൻ നേരത്ത് മാർക്കോ പറയുന്നുണ്ട്, എന്താ ചേച്ചി സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ മോനെ നീയോ എന്ന് ചോദിക്കുന്നുണ്ട് സീമന്ത്രിയാണെങ്കിൽ. അതെ ഞാൻ തന്നെ, നിങ്ങളുടെ മകനെ ഒന്ന് കാണാൻ വന്നതാണെന്നും അവനെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുമുണ്ടെന്നും പറയാനാണ് വന്നതെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. അവൻ എവിടെയാണുള്ളത്? അയ്യോ ചേട്ടൻ മുകളിലാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അതൊക്കെ പറ്റുമോ? എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയേക്കും. അവനെ ഉപദ്രവിക്കാൻ വന്നതൊന്നുമല്ല, പേടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സീമന്ത്രിയോടാണെങ്കിലും മാർക്കോ. അങ്ങനെ മാർക്കോ ആണെങ്കിൽ നമ്മുടെ മേഘനാഥൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. റൂമിലോട്ട് പോയ സമയത്ത് നമ്മുടെ സീമന്ത്രി പറയുന്നുണ്ട്, എന്തായാലും നീ അങ്ങോട്ട് ചെല്ല് നിൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക്. അവനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ നിൻ്റെ അച്ഛനെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ സ്വാതിയോട് പറയുന്നുണ്ട്. സ്വാതി പറയുന്നുണ്ട്, അയ്യോ എനിക്കൊന്നും വയ്യ ആ ഗുണ്ടയുടെ അടുത്ത് പോയി നിൽക്കാൻ. ആ ഗുണ്ടയാണെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ സീമന്ത്രിയോട് നമ്മുടെ സ്വാതി പറയുന്നുണ്ട്. എങ്കിൽ ശരി, ഞാൻ നിൻ്റെ അച്ഛനെ പോയി വിളിച്ചിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്കുകയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാമനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് വാമനും സീമന്ത്രിയും കാണുന്നത് നമ്മുടെ മാർക്കോ നമ്മുടെ മേഘനാഥൻ്റെ നെഞ്ചത്ത് കാല് വെച്ച് ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ സംസാരിക്കുന്നതാണ്. അയ്യോ മോനെ അവനെ ഒന്നും ചെയ്യില്ലേ എന്ന് പറയുന്നുണ്ട് വാമനും. സീമന്ത്രിയൊക്കെ ആണെങ്കിൽ അയ്യോ ഞാനൊന്നും ചെയ്യാൻ വേണ്ടി വന്നതൊന്നുമല്ല, പക്ഷേ ഇവനെ ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ ചെവിടത്തടിച്ച് പൊട്ടിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അത്രയേറെ അവൻ ഞാൻ സ്നേഹിക്കുന്നവരെ ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊന്ന് എഴുന്നേറ്റ് വരാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇങ്ങനെ ഒന്നിനും ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരാളുമായിട്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല. അവനെന്തായാലും എഴുന്നേറ്റ് വരട്ടെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. നിങ്ങൾ പേടിക്കണ്ട, അവനെ ഞാനൊന്നും ചെയ്യില്ല. പക്ഷേങ്കിൽ നിങ്ങളോട് എല്ലാവരുമായിട്ട് ഞാൻ പറയാണ്, ഇനിയും ആ കുഞ്ഞിനെയും മഹിയെയും കണ്ണനെയും വേദനിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ വരുന്നത്. ഒരുപാട് വട്ടം ഞാൻ ക്ഷമിക്കില്ല, എൻ്റെ ക്ഷമകൾക്ക് അതിരുകളുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കോ ആണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ജാനമ്മ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. മകൻ്റെ ചികിത്സയ്ക്കായിട്ട് പൈസയോ ഒന്നും തന്നെ ജാനമ്മയുടെ കയ്യിലില്ല. എന്നാൽ പ്രതാപനാണെങ്കിൽ ഈ അവസരം മുതലാക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് നമ്മുടെ ജാനമ്മയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി താൻ ആലോചിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജാനമ്മ പറയുന്നുണ്ട്, അത് പിന്നെ സാറേ എന്താ ഞാനിപ്പോൾ ചെയ്യുക, എന്തായാലും സ്വന്തം മോൻ്റെ ജീവൻ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. എന്തായാലും പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേൾക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ജാനമ്മയാണെങ്കിൽ പ്രതാപൻ പോയതിനു ശേഷം വലിയൊരു സ്വപ്നം തന്നെയാണ് കാണുന്നത്. ജാനമ്മയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് എല്ലാ സത്യങ്ങളും കണ്ണനും മഹിയും അറിയുന്നതാണ് ജാനമ്മ കണ്ട ആ സ്വപ്നം. ഇനിയിപ്പോൾ കാത്തിരുന്ന് നമുക്ക് മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. ബായ്.